ഇനി നമ്മൾ പോണത് 7 വണ്ടേഴ്സ് അഥവാ ലോക മഹാ അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കാണാനാണ്. ഉത്തർപ്രദേശിലുള്ള ആഗ്രയിലെ യമുന നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് താജ്മഹലിലേക്കുള്ള എൻട്രൻസ് മാത്രം റെഡ് സ്റ്റോണിലാണെങ്കിലും നമുക്കറിയാം വെളുത്ത മാർബിൾ കൊട്ടാരമാണ് ആ കാണുന്ന താജ്മഹൽ. ഈ ഫ്രണ്ടിൽ തന്നെയുള്ള റിഫ്ലക്റ്റിംഗ് പൂൾ ഇതിൻ്റെ ഒരു പ്രധാന ആകർഷണം തന്നെയാണ്. പേർഷ്യൻ, ഇന്ത്യൻ, ഇസ്ലാമിക് ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് കൂടിച്ചേർന്നതാണ് താജ്മഹൽ. ഈ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നാം ഷൂ ഇതുപോലെ കവർ ചെയ്യണം. ഈ കാണുന്നതെല്ലാം തന്നെ റിയൽ ആയിട്ടുള്ള ജംസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഗ്രീൻ സ്റ്റോൺ മലക്കായ്, ബ്ലാക്ക് ബെൽജിയത്തിൽ നിന്നുള്ളതാണ്, വൈറ്റ് മെഖറാന അതായത് രാജസ്ഥാനിൽ നിന്നുള്ളതാണ്. 45% ഓഫ് സ്റ്റോൺസും ആഗ്രയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ വന്ന വഴി, ആ എൻട്രൻസ്. ഇതിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി, അവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡാണ്. ഇത് പുറത്തു നിന്നുള്ള വ്യൂ ആണ്. ഓക്കെ, പുറത്തെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് യമുന. ഇതിന് എക്രോസായി ഒരു ബ്ലാക്ക് താജ്മഹൽ പണിയാൻ ഷാജഹാന് താല്പര്യം ഉണ്ടായിരുന്നു അത്രേ, പക്ഷേ ഔറംഗസേബ് സമ്മതിച്ചില്ല. ഖുറാൻ്റെ 14 ചാപ്റ്റേഴ്സ് ഇതിനുള്ളിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാക്റ്റ് മിഡിലായിട്ടാണ് മുംതാസ്. ഇതിന് ചുറ്റുമായി ഇതുപോലത്തെ 4 ടവർ ഉണ്ട്. ആക്ച്വലി 5 ഡിഗ്രി സ്ലാൻഡിങ്ങിലാണെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുക. ഇനി ഈ താജ്മഹലിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1612 ഷാജഹാൻ മുംതാസിനെ കല്യാണം കഴിക്കുന്നു. ആകെ 19 വർഷം മാത്രം ഒരുമിച്ച് ജീവിച്ച അവർക്ക് 14 കുട്ടികളുണ്ടാവുന്നു. പക്ഷേ അതിൽ 6 പേര് മാത്രമാണ് കേട്ടോ ജീവിച്ചിരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മോസ്കാണ് ആ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 6 പേര് മാത്രമാണ് ജീവിച്ചിരുന്നത്. 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ലാസ്റ്റ് വൺ റോഷ്നാര ജനിക്കുന്നതോടുകൂടി മുംതാസ് മരിക്കുന്നു. അതുകൊണ്ട് ഈ റോഷ്നാരയുടെ മുഖം കാണാൻ പോലും ഷാജഹാൻ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് 1631 ജൂണിലാണ്. 1631 ഡിസംബറിൽ താജ്മഹലിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ടർക്കിയിൽ നിന്നുള്ള മുഹമ്മദ് മുസ്താഖ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആർക്കിടെക്റ്റ്. ആളൊരു മിനിയേച്ചർ ഫോം ഇതിൻ്റെ പ്ലാനായിട്ട് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. 22 വർഷം കൊണ്ട് 20,000 വർക്കേഴ്സ് 24 മണിക്കൂറും പണിയെടുത്താണ് താജ്മഹൽ കംപ്ലീറ്റ് ആക്കുന്നത്. ഇതിൽ 22 ഡോംസ് ഉണ്ട്. ഓരോ വർഷവും ഓരോ ഡോം. അങ്ങനെ 22 വർഷം കൊണ്ട് 22 ഡോം. 16 ഗാർഡനും 53 ഫൗണ്ടനും ഇവിടെ ഉണ്ട്. അന്ന് ഈ ഫൗണ്ടനിൽ നിന്ന് റോസ് വാട്ടറാണ് ഇത്ര വന്നിരുന്നത്. കാലിയോഗ്രാഫി ഒക്കെ ചെയ്തിരുന്നത് ഇറാനിൽ നിന്നുമുള്ള ഒരാളാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതെല്ലാം നമ്മൾ പറഞ്ഞില്ലേ, റിയൽ ഗോൾഡ് ഉപയോഗിച്ചിരുന്നു, ഫ്ലവേഴ്സ്, അതൊക്കെയാണ് കളറിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ താജ്മഹലിന് ഓരോ സമയത്തും ഓരോ ഭംഗിയാണ്, ഓരോ കളറാണ്. അതുകൊണ്ട് പലരും പറയാറുണ്ട് സൺസെറ്റിലും അതേപോലെ സൺറൈസിലും ഇതിന് ഡിഫറെൻറ്റ് കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ 2 സമയത്തും നമ്മൾ വരണം എന്ന്. ഇത് എല്ലായിടത്തെയും പോലെ അവിടുത്തെ നമ്മളുടെ ഗൈഡിന് ഒരു സ്ലോ മോഷൻ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരി ആയിക്കോട്ടെ, അങ്ങനെ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുക്കുന്നു. പിന്നെ താജ്മഹലിൽ വന്നിട്ടുള്ളവരെല്ലാവരും, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരും അവിടുന്ന് ധാരാളം ഫോട്ടോസ് എടുക്കും, ഫോട്ടോഗ്രാഫേഴ്സിനെ വെച്ചിട്ട് തന്നെ. അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണിത്. പക്ഷെ വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.